ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്സസ് താജ്. അപ്പോൾ നാളെയാണ് കേട്ടോ ആദുമോൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്കുള്ള എൻട്രി ഫെസ്റ്റാണ് നാളെ. അപ്പോൾ തലേ ദിവസം തന്നെ ആദുമോൻക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വേഗം കിടത്തി ഉറക്കി കിട്ടും. രാവിലെ നേരത്തെ നീക്കണ്ടല്ലേ. അപ്പോൾ വേഗം ഫുഡൊക്കെ കൊടുത്ത് ഞാൻ കിടത്തി ഉറക്കി. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് മോൻ്റെ കാര്യത്തിൽ. കാരണം സ്കൂൾക്ക് നാളെ മുതൽ പോകണ്ടേ. അവൻ്റെ ആ കുട്ടിക്കളിയും കൊഞ്ചലൊക്കെ ഒന്ന് മാറൂലേ, അറ്റാച്ച്മെൻറ്റ് കുറയുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബാഗൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് പോവുക, അതിൻ്റെ കാര്യത്തിലും ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ വേഗം നേരത്തെ നീപ്പിച്ചു. 10 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ടാക്കുക. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും മോനെ നീപ്പിച്ചു കേട്ടോ. കാരണം കുറച്ച് നേരം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം തന്നെ ഇരിക്കണം. അപ്പോൾ വേഗം പോയി കുളിപ്പിച്ച് പല്ലൊക്കെ തേച്ച് വേഗം ചായയൊക്കെ കൊടുത്ത് അങ്ങനെ മിതുമോൻ പിന്നെ അങ്ങനെ പോയിട്ടു. രാവിലെ അവനക്ക് 8:45 വണ്ടി വന്നപ്പോൾ മോൻ പോയി. പിന്നെ അതുമോനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരനാക്കി കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ എൻട്രി ഫെസ്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കിഡീസിൽ നിന്നാണ് കേട്ടോ അത് വാങ്ങിച്ചത്. എനിക്ക് എന്താണെന്നറിയില്ല, ബ്ലാക്കും വൈറ്റും വാങ്ങിക്കണം തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. വൈറ്റിൽ പെട്ടെന്ന് അതുമോൻ്റെ കയ്യിൽ നിന്ന് ചെളിയാവും. എന്നാലും അത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. ഹൈനെക്ക് ടീഷർട്ട് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ അങ്ങനെ കളർ കോംബോ കിട്ടിയപ്പോൾ അവനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഷൂസും ഞാൻ അവിടെ നിന്ന് തന്നെ കേട്ടോ വാങ്ങിച്ചത്. നല്ല വെറൈറ്റി ഷൂസുകളുണ്ട് അവിടെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെയാണ്, കിഡീസിൽ തന്നെയാണ് വാങ്ങിച്ചത്. മോൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷൂസ് ഒന്ന് സൈസ് കുറഞ്ഞപ്പോൾ ഭയങ്കര ഫിറ്റാണ്, അത് ഇടാൻ പറ്റൂല. ഇതാണ് കേട്ടോ ആദ്യത്തെ ഫൈനൽ ലുക്ക്. എന്താണ് ഷൂസും ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് എല്ലാം കിഡീസിൽ തന്നെയാണ് വാങ്ങിച്ചത്. വേറെ ഞാൻ പുറത്ത് വേറെ ഷോപ്പിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ വണ്ടി വന്നു. പിന്നെ ഞാനും മോനും കൂടിയിട്ട് മൗണ്ടറിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 9:30 കഴിഞ്ഞിട്ടുള്ളൂ. 9:45 ആയിക്കണ്, അത്രേ ആയിട്ടുള്ളൂ. അതിലും കൂടുതലൊന്നും ആയിട്ടില്ല. നേരം വൈകുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ 9:45 അവിടെ എത്താൻ പറ്റിയിട്ടോ. അപ്പോൾ പേരൻസൊക്കെ കുട്ടികളായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ ഭയങ്കര ത്രില്ലിലായിരുന്നു. ഉമ്മൻ്റെ കൈയൊക്കെ പിടിച്ച് വരുന്നുണ്ടായിരുന്നത്. ഇത് കുട്ടികളിനൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്സുമാർ ഇവിടെ ബലൂണും അതുപോലെ ഒരു ഫ്ലവറൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ തന്നെ ഹാപ്പി മൂഡാക്കിയിട്ടാണ് ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. പിന്നെ ഈ മിസ്സിനെ എനിക്ക് പണ്ട് മുതൽക്കേ അറിയാം. കാരണം മിതുമോനക്ക് KG-യിലൊക്കെ ഖുർആൻ എടുത്തിരുന്ന മിസ്സായിരുന്നു അത്. പിന്നെ ആദ്യമോനെ അതേപോലെ ഒരു ഫ്ലവറും ഒരു ബലൂണൊക്കെ കൊടുത്തപ്പോൾ അവനും ഹാപ്പി ആയിട്ടോ. പിന്നെ അതുമോനായിട്ട് ഞാൻ അവൻ്റെ KG സെക്ഷനിലേക്കാണ്, അവിടെയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ മോൻ ഇവിടെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ സൈൻ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ വന്നിട്ട് ഞാൻ വേഗം സൈനൊക്കെ ചെയ്തിട്ട് മുകളിലേക്ക് പോയി. 12 മണി വരെയാണ് കേട്ടോ ആക്ച്വലി പ്രോഗ്രാമിൻ്റെ ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും നേരം ആദ്യമോൻ ഇരിക്കുമെന്ന് വലിയ ഉറപ്പൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം കുറച്ച് നേരം ഇരുന്നാൽ തന്നെ എനിക്ക് ബോറടിക്കണം ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നീക്കലാണ് പതിവ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. ആശാന് സ്റ്റെപ്പൊക്കെ കയറി ഒറ്റയ്ക്ക് തന്നെ കയറി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ഇങ്ങോട്ട് കയറി നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇരിക്കാൻ സീറ്റ് കിട്ടില്ലേ എന്നടക്കം വിചാരിച്ചു. അത്രയും തിരക്കായിരുന്നു. എല്ലാ പേരൻസും കുട്ടികളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാ സാറന്മാരൊക്കെ സംസാരം ഉണ്ടായിരുന്നു, കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അവർ എന്താണ് സ്കൂളിനെ കുറിച്ചിട്ടും ഫീസിനെ കുറിച്ചിട്ടും പിന്നെ വെഹിക്കിളിനെ കുറിച്ചിട്ടൊക്കെ നല്ല ഡീപ്പായിട്ട് അധികം ബോറടിപ്പിക്കാത്ത രീതിയിൽ കുറച്ചധികം നേരം സംസാരിച്ചു കേട്ടോ. പിന്നെന്തായിരുന്നു, പിന്നെ അതിൽ കുറച്ച് കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തോന്നി ഡാൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു സാറായിരുന്നു കേട്ടോ അത്. അപ്പോൾ കുട്ടികളായിട്ട് നല്ലോണം മിങ്കിൾ ചെയ്തു, പാട്ടൊക്കെ പാടി സാറ് ഡാൻസ് കളിച്ചു. പിന്നെ ന്യൂ അഡ്മിഷൻ കുട്ടികളൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അവരോടൊപ്പം സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ചു. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സാറ് വന്നപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. അവർ സാറ് ചോദിക്കുന്നതിനൊക്കെ നന്നായി റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ പോലെ എന്താ പറയുക, കുട്ടികളുടെ അടുത്ത് ഇണങ്ങി ഇടപഴകുന്ന ഒരു സാറിനെ പോലെ എനിക്ക് തോന്നിയിട്ട് കണ്ടോ. കുട്ടികളെ എത്ര പെട്ടെന്ന് ആ സാറിനോട് മിങ്കിളായത് അറ്റാച്ച്മെൻ്റ് ആയതെന്നറിയോ. അവരും ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, കുട്ടികളെ ചെറിയ പ്രോഗ്രാമുണ്ട്, ഓവറായിട്ടൊന്നുമില്ല, ചെറിയ ടൈമിനനുസരിച്ച് ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം, പിന്നെ മിസ്സുമാരുടെ പാട്ടുകളുണ്ടായിരുന്നു. അധികം ഡാൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അവർ അവസാനിപ്പിച്ചു. 12 മണി വരെയല്ലേ ഉള്ളൂ ടൈം ലിമിറ്റ്. അപ്പോൾ അതിനുള്ളിൽ എല്ലാതും അവർ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങി. പിന്നെ മിതുമോൻ്റെ അടുത്തേക്ക് പോകണം എന്നാണ് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് മോന് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന്. ആദ്യമോനാണെങ്കിൽ ഇവിടുത്തെ കളിക്കണമൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ മോന് മാക്സിമം എല്ലാതും നന്നായി യൂസാക്കി കേട്ടോ. ഞാൻ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇവിടെ ഞാൻ നിൽക്കേണ്ടി വന്നു.
എനിക്കാണെങ്കിൽ വീഴുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാണ് സ്ലിപ്പായിട്ട് വീഴുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കണത്. വിളിച്ചാലാണെങ്കിലോ വരുന്നുമില്ല. ഒന്നിൽ കയറുക, മറ്റേതിൽ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേതിലേക്ക് വന്നിട്ട് കയറുക, അങ്ങനെയൊക്കെയായിരുന്നു. എന്നിട്ട് അവസാനം ഒന്ന് വീണു, ചെറുതായിട്ടൊന്ന് വീണുള്ളൂ, ഒന്നും കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അപ്പോഴാണ് പിന്നെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ എൻ്റെ കൂടെ വന്നത്. അതുവരെ ഞാൻ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വല്ലാണ്ട് സങ്കടപ്പെടുത്തണ്ട, കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ മിഥുമോൻ്റെ ക്ലാസ്സിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടോ. പോകാൻ അങ്ങോട്ട് പാടില്ല, എന്നാലും വെറുതെ ഒന്ന് കയറിയതാണ്. ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാമെന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവർക്ക് ആകെ ചമ്മലായി, എന്താ ചിരിച്ചിട്ട് അവർക്കൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.